ഹലോ, നമ്മളിന്ന് വാട്ടർ കളറാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആർട്ടിസ്റ്റ് വാട്ടർ കളർ, ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എപ്പോഴും മിക്ക കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് വാട്ടർ കളർ ചെയ്യാൻ നല്ല പ്രയാസമാണ്, അതിനെ നല്ല വൃത്തിയായിട്ട് എടുക്കാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമേ അല്ല. നമുക്ക് സ്പീഡിന് തന്നെ വാട്ടർ കളറ് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വാട്ടർ കളർ ചെയ്യാൻ തുടങ്ങാം. എന്നാൽ ഇവിടെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു പൂ വരയ്ക്കുകയാണ് കേട്ടോ. അതിനകത്ത് കുറച്ച് ഈ വേറെ സിമ്പിളായിട്ടുള്ള ഒരു പൂവാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ കൊച്ചു കൂട്ടുകാരെല്ലാം എപ്പോഴും മിക്കവാറും വരയ്ക്കുന്ന ഈ ടൈപ്പിലുള്ള ഫ്ലവേഴ്സായിരിക്കും. പിന്നെ അത് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. വാട്ടർ കളർ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് ചെയ്യണം. ലൈറ്റായിട്ട് ചെയ്താൽ മാത്രമേ അതിനൊരു ക്വാളിറ്റി വരികയുള്ളൂ. ഞാൻ ഇതിന് ഒരു വൈറ്റ് ഫ്ലവറായിട്ട് വരയ്ക്കും കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാട്ടർ കളർ തുടങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഇതൊരു വൈറ്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത് വൈറ്റായിട്ട് വിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണേ. ആദ്യം നമ്മൾ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് വെള്ളം ഇതുപോലെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്യാണ്. ഈ വാഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കളറ് എല്ലാ സ്ഥലത്തും ഒരുപോലെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ഈ പൂവിനകത്തൊക്കെ ഉള്ള അല്ലികൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിത്ത് വരുന്നത് പൂവിൻ്റെ അകത്താണല്ലോ. അപ്പോൾ അത് വരയ്ക്കുന്നതിന് ഞാനിവിടെ ഒരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട്. അത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാണ്. യെല്ലോ കളർ വരച്ചു. ഇതിൽ നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഇവിടെ വൈറ്റിൻ്റെ പോർഷനാണ്. വൈറ്റിൻ്റെ പോർഷൻ നമുക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത് വേണം വൈറ്റ് നമ്മൾ എടുത്ത് കാണിക്കേണ്ടത്. അല്ലാതെ നമുക്ക് വൈറ്റ് പേപ്പർ വൈറ്റല്ലേ നമ്മൾ സാധാരണ വിടേണ്ടത്. സാധാരണയല്ല, എപ്പോഴായാലും വാട്ടർ കളറിൽ വൈറ്റും ബ്ലാക്കും എടുക്കാൻ പാടില്ല. ബ്ലാക്കിന് ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ബ്ലാക്കായിട്ട് എടുക്കുക. വൈറ്റിന് പേപ്പർ വൈറ്റ് വിടുക. ഇതാണ് വാട്ടർ കളറിൻ്റെ നിയമം. അപ്പോൾ മിക്കവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ബ്ലാക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ബ്ലാക്ക് ഉപയോഗിക്കുന്നത് അത് ഓയിൽ പെയിൻറ്റ് തുടങ്ങിയ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരിക്കലും ബ്ലാക്ക് ഉപയോഗിക്കാറില്ല. അതിൽ ചെറിയ ഫംഗസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നത് പോലെയാണ് നിങ്ങളോടും ഇവിടെ സംസാരിച്ച് പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു റെഡ് കളറ് അപ്ലൈ ചെയ്യാം. റെഡ് കളറ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വൈറ്റായിട്ട് വിടാം. ഇത് റെഡ്. ആദ്യം ഞാൻ വയലറ്റാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ മാറ്റി റെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഞാൻ ഡാർക്കായിട്ട് എടുത്തു. എന്നിട്ട് ഇത് തന്നെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് ഒക്കെയാണ്. അപ്പം എടുത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് വേറൊരു കളർ വീണു. അപ്പോൾ ആ കളർ വീഴുന്നാൽ എങ്ങനെ മാറ്റാം എന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് മാറത്തില്ല കേട്ടോ. ഒരിക്കൽ വീഴുന്ന കളറ് മാറത്തില്ല. അപ്പോഴത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. ഇനി അടുത്തത് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുമ്പോൾ ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ചെയ്തു പോവുകയാണ്. അതിൽ ലൈറ്റും ഷെയ്ഡും നോക്കി വേണം നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എവിടെയൊക്കെ ലൈറ്റ് വന്നിട്ടുണ്ടോ അവിടെ ലൈറ്റായിട്ടും ഡാർക്ക് എവിടെയൊക്കെ വേണോ അവിടെ ഡാർക്കായിട്ടും കൊടുക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വാട്ടർ കളറിൽ എപ്പോഴും നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് കോട്ട്, സെക്കൻഡ് കോട്ട്, തേർഡ് കോട്ട്, അങ്ങനെ 3 കോട്ടുകളാണ് വാട്ടർ കളറിൽ മിക്കവാറും ചെയ്ത് വിജയിപ്പിക്കുന്നത്. ചില വർക്കുകളിൽ മാത്രം നമ്മൾ റെയറായിട്ട്
ഫോർത്ത് കോട്ടും ചെയ്ത് റെഡിയാക്കാൻ ശ്രമിക്കാറുണ്ട്. വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതൊരു അത്ര പ്രയാസമുള്ള കാര്യമല്ലെന്നും വാട്ടർ കളറിന് കുറച്ച് പരിമിതികളുണ്ട്. നമ്മൾ ഓയിൽ പെയിൻറ്റോ അല്ലെങ്കിൽ ക്യാൻവാസ് പെയിൻറ്റിങ്സിലെ അക്രിലിക് പെയിൻറ്റോ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു ഫ്രീഡം ഇതിൽ കിട്ടത്തില്ല. കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണ് വാട്ടർ കളറ്. അതിനുള്ള മെയിൻ കാര്യം, നമുക്ക് അത് പിന്നീട് മാറ്റി വരയ്ക്കാനൊക്കില്ല. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയാണോ വയ്ക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. നമ്മൾ പെൻസിൽ കൊണ്ട് വർക്ക് ചെയ്താലും നമുക്ക് റബ്ബ് ചെയ്യാം. ക്രയോൺസ് കൊണ്ടാണെങ്കിൽ പോലും നമുക്ക് റബ്ബ് ചെയ്തെടുക്കാം. ഓയിൽ പേസ്റ്റിൽ മിക്കവാറും റബ്ബ് ചെയ്യാനൊന്നും സാധിക്കില്ല, എന്നാലും നമ്മൾ തെറ്റാതെ നമുക്ക് വരയ്ക്കാനൊക്കും. പക്ഷേ വാട്ടർ കളറാകുമ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം ചെയ്യേണ്ടത്. ഒരിക്കൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് വീണ്ടും വീണ്ടും നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിത് ചെയ്തു. ഇനിയിപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പിക്ചറിൻ്റെ അകത്ത് ഒരു ബ്ലൂ കളറിൻ്റെ ഒരു ടിൻ്റ് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ടാണ് കേട്ടോ ആ ബ്ലൂ കൊടുത്തിട്ടുള്ളത്. ഒരു ഷെയ്ഡായിട്ടാണ് കൊടുക്കുന്നത്. ഉണ്ടോ, ഒരു ഷെയ്ഡായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് എടുക്കുന്നത്. ഞാനിവിടെ പാലറ്റ് എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ ഇതിൽ തന്നെ ചെയ്ത് കാണിക്കുകയാണ്. ഡാർക്ക് ഗ്രീനും ഡാർക്ക് റെഡും നിങ്ങൾ പാലറ്റ് ഇട്ട് ചെയ്താൽ മതി കേട്ടോ. ഗ്രീൻ കുറച്ചുകൂടി കൊടുക്കുകയാണ്. അതിപ്പോൾ ഒരു ബ്ലാക്ക് ടിൻ്റ് ആയതുണ്ടോ. ഇതെടുത്തിട്ട് ഒരു ചെറിയ ബ്രഷ് എടുക്കുക. അതിൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ഷാഡോ, അത്രയ്ക്ക് തെളിഞ്ഞ് കാണണ്ട, പക്ഷേ ഒരു ചെറിയ ഒരു രീതിയിൽ കൊടുക്കുകയാണ്. അത്ര മതി, അത് കൂടുതൽ കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിന് ഇവിടെ ആ കളറ് കഴുകി കളയുന്നതിന് മുമ്പ് തന്നെ അത് തൊട്ടുപോയി. ഇനിയിപ്പോൾ അത് വച്ചിട്ട് ഇനി വർക്ക് ചെയ്യാനേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചു ഇങ്ങനെ ഇതുകൂടി നമുക്ക് ആ ഷാഡോ ആയിട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ചെയ്ത കളറുണ്ടല്ലോ, അതിന് ഇങ്ങനെ മെർജ് ചെയ്ത് കൊടുത്ത് നമുക്ക് പോകാം. ഇനി നമ്മളുടെ ഈ ഫ്ലവർ ഉണ്ടല്ലോ, അവിടെയും കുറച്ച് ഷാഡോ കൊടുക്കണം. ഇവിടെ ഇങ്ങനെ കൊടുത്തു. ഇത് ഈ കളറിൻ്റെ ഷാഡോ ആയിട്ട് വേണം സങ്കല്പിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ചെറുതായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വരയ്ക്കുന്ന ഫ്ലവർ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള കളറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ ഫ്ലവറിന് ഈ കളറാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്, ഇതാണ് അങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. ഇനി ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ ഒരു ഷാഡോ കണ്ടെങ്കിൽ ഈ സ്ഥലത്ത് അങ്ങനെ അടുത്ത ഒരു ഷാഡോ കാണണേ. ഉണ്ടോ?
പിന്നെ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരവർ തന്നെ ചെയ്ത് റെഡിയാകണം. അല്ലാതെ വേറൊരാളിനെ കൂടുതൽ നിർബന്ധിച്ച് ചെയ്യാനൊക്കത്തില്ല. എല്ലാവരും അവരവരുടെ വർക്കായിട്ട് ചെയ്ത് അവരവർ വിജയിപ്പിക്കുക. പിന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ വന്നിട്ട് ആരൊക്കെ ചെയ്തു, ആരൊക്കെ ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോവുകയാണോ നമുക്കുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ യെല്ലോ ഓക്കർ എടുക്കുകയാണ്. യെല്ലോയിൽ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ്. അപ്പോൾ അത് ഈ താമര അല്ലല്ലോ, ഈ ഫ്ലവറിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഇങ്ങനെ കൊടുക്കാം. അതിനകത്ത് ഈ താമര അല്ലിക്കകത്ത് കാണുന്നത് പോലെ തന്നെ ഈ ഒരു സൺഫ്ലവറിൻ്റെ അകത്തൊക്കെ കാണുന്നത് പോലെ ചെറിയ ഈ വിത്തുകൾ, അല്ലികൾ ഇങ്ങനെ അതിനകത്തുണ്ടാവും. അതൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ഥലത്തേ ഞാൻ കൊടുക്കുന്നുള്ളേ. ഇനി നമുക്ക് അടുത്ത ഫ്ലവറിൽ കൂടി കംപ്ലീറ്റ് ചെയ്യാം. അത് ലൈറ്റ് കൂടുതലുള്ള സ്ഥലത്ത് അത്ര ക്ലിയറായിട്ട് കാണത്തില്ല. ഡാർക്ക് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെ വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് സെക്കൻഡ് കോട്ട് ആയി. ഇനി അടുത്തത് തേർഡ് കോട്ടോട് കൂടി നമ്മളുടെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഇത് ആദ്യം എടുത്ത ബ്രഷിൽ നിന്നും കുറച്ചുകൂടി ചെറുതായിട്ടുള്ളൊരു ബ്രഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 9 നമ്പറാണ്. ഇനി എടുക്കാൻ പോകുന്നത്, ഇതിൽ നമ്പരൊന്നും കാണുന്നില്ല, ഒരു 5 ഒക്കെ ആയിട്ട് കണക്കാക്കാം. ഇനി നമ്മൾ ഡാർക്ക് ബ്ലൂ കളറ് എടുക്കുകയാണ്. ഡാർക്ക് ബ്ലൂ എന്ന് ചോദിക്കുമ്പം മിക്ക കുട്ടികളും ചോദിക്കാറുണ്ട് അതേത് ബ്ലൂ ആണെന്നുള്ളത്. അതിന് പേഴ്സൺ ബ്ലൂവോ പേഴ്സൺ ബ്ലൂ എടുത്താൽ മതിയാവും കേട്ടോ. പേഴ്സൺ ബ്ലൂ എടുത്തിട്ട് കുറച്ച് ആ ഒരു എഫക്റ്റ് കൂട്ടി കൊടുക്കുകയാണ്. ഈ ഒരു കോട്ടോട് കൂടി ഇപ്പോൾ മിക്ക പാരൻസും കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കോട്ടെന്ന് പറയുന്നത് എന്താണെന്ന്. ഓരോ പ്രാവശ്യവും ചെയ്തു വരുമ്പോൾ അടുത്ത ഇതിലോട്ട് പോകുന്നതിനെ ഓരോ കോട്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീഷനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോട്ട് ഫിനിഷ് ചെയ്ത് പോയി നമ്മളുടെ വർക്ക് ക്ലിയർ ചെയ്ത് റെഡിയാകാൻ സാധിക്കും. ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ല, മിക്ക കുട്ടികൾക്കും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ സ്കൂളിലും വെക്കേഷൻ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഇടുന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ്സിൽ നേരിട്ട് പഠിക്കുന്നവർക്ക് ഇതിൽ പഠിക്കാം. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പം ക്ലാസ്സിൽ വരുന്നവർക്ക് പഠിക്കാം, ഇല്ലാത്തവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. നേരിട്ട് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഓരോ പാഠഭാഗങ്ങളുടെ ഓരോ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അല്ല എന്നുള്ളവർക്ക് ഇതിൽ വന്നും പഠിക്കാം കേട്ടോ. ഇതിലും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വൈറ്റ് ഫ്ലവർ വിട്ടില്ലേ, അപ്പോൾ അവിടെയും നമ്മളിവിടെ കൊടുക്കുന്നത് നോക്കാം. ഇപ്പം മിക്ക കുട്ടികളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റ് ഫ്ലവർ എങ്ങനെയാണ് ക്ലിയറായിട്ട് ചെയ്യുന്നതെന്നുള്ളത്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ഒരു ഒഴുക്കം മട്ടിലായിരിക്കും വാട്ടർ കളറ് എപ്പോഴും ചെയ്ത് വിടുന്നത്. ഓയിൽ പെയിൻറ്റും അക്രിലിക് പെയിൻറ്റും ഒക്കെ ചെയ്യുമ്പോൾ അത് നല്ല ഫിനിഷോട് കൂടി ചെയ്യാൻ ശ്രമിക്കും. അതെന്തിനാണെന്ന് മിക്കവാറും കുട്ടികൾ ചോദിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റൈല് അതാണ്. വാട്ടറിൻ്റെ ഒരു അത്രയും ഡാർക്കാക്കാതെ തന്നെ അതിനെ ചെയ്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്
വാട്ടർ കളറിൽ കാണുന്നത്. എനിക്ക് ഒരു 35 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഡ്രോയിങ് ഫീൽഡിലുണ്ട്. ഈ ഡ്രോയിങ് ഫീൽഡിലുള്ള സമയത്തൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഈ ഇവിടെ വരയ്ക്കുന്ന സമയത്തൊക്കെ മനസ്സിലായിട്ടുള്ളത്, ഇപ്പം ഏത് മെറ്റീരിയൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രയാസമായിട്ടുള്ളത് വാട്ടർ കളറാണ്. പക്ഷെ വാട്ടർ കളർ നന്നായിട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഏത് തരത്തിലുള്ള പെയിൻറ്റിങ്ങും ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അപ്പോൾ വാട്ടർ കളറ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇനിയും വാട്ടർ കളറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. എല്ലാവരും ചെയ്യണം. പിന്നെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ അല്ല, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് നമ്മളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം ഇത് ബാക്ക്ഗ്രൗണ്ട് തേർഡ് കോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി തേർഡ് കോട്ടിൽ ഫ്ലവറിന് കളർ കൊടുത്തിട്ടില്ല. അപ്പം ഫ്ലവറിന് ഇനി വേണ്ട സ്ഥലത്ത് മാത്രം ഡാർക്ക് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പിക്ചർ നോക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ കളർ അതേ എഫക്റ്റിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. അത് കുറച്ച് ടൈം കൂടുതലെടുത്ത് വേണം ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് നല്ല സ്പീഡ് ചെയ്ത് പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളിത് എൻ്റെ ഒപ്പം തന്നെ വരച്ച് തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വരച്ചത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ താഴെ. താങ്ക് യു.